ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റൻ ആൻസർ സെഷനിലെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വിശുദ്ധ തിരുവെഴുത്തുകളെ സ്നേഹിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാളുടെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ നിങ്ങളുടെ അനേക സംശയങ്ങൾക്ക് തൃപ്തികരമായും വ്യക്തമായുമുള്ള മറുപടി നൽകുവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ സെഷനിലും ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം പറയുവാൻ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം മത്തായി സുവിശേഷം 27-ാം അധ്യായം 52-53 വാക്യത്തെ ആസ്പദമാക്കിയുള്ളതാണ്. വചനം ഇപ്രകാരം പറയുന്നു: യേശു കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ചോദ്യം ഇതാണ്: ഇവിടെ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാർ ആരാണ്? അത് നമുക്കൊരു ഗൗരവകരമായി ചിന്തിക്കേണ്ട ഒരു വിഷയമല്ല. കാരണം അതിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ഉയർത്തലിന് ശേഷം അവർ കല്ലറകൾ വിട്ട നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷനായി എന്നാണ് അല്ലേ? ഇപ്പം നമ്മളൊക്കെ താമസിക്കുന്നിടത്ത് 1000 വർഷങ്ങളായി മരിച്ചുപോയ ആൾക്കാരുണ്ട് അല്ലേ? ഒരു 100 വർഷം മുമ്പ് മരിച്ചു ഒരാൾ എഴുന്നേറ്റിപ്പോൾ വന്നാൽ ആ നാട്ടിലുള്ള ആർക്കെങ്കിലും അയാളെ തിരിച്ചറിയാമോ? ഇല്ല. അല്ലെ ഗാന്ധി ആയിരിക്കണം. ഗാന്ധിയാണെങ്കിൽ തിരിച്ചറിയാം അല്ലേ? അപ്പം ആ റീസെന്റ് ടൈമിൽ മരിച്ചുപോയ ഭക്തന്മാരായ ആളുകളാണ്. അപ്പൊ അവര് ഭക്തന്മാരായിരുന്നുള്ള എല്ലാവർക്കും അറിയാം. ഒന്ന്, അതുകൊണ്ട് തന്നെ അവരൊരു ഉയർത്തെഴുന്നേൽപ്പ്, അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് മാറ്റർ ഓഫ് എൻകറേജ്മെന്റ് ആൻഡ് സർപ്രൈസ് ആൻഡ് കൺഫർമേഷൻ ആണ്. കാര്യം യേശുക്രിസ്തുവിൻ്റെ മരണം അനേകരുടെ ഉയർപ്പിലേക്ക് നയിക്കുക അല്ലേ? ക്രിസ്തു മരിച്ചു, ആദ്യപരമായ മനുഷ്യരുടെ ഉയർത്തെഴുന്നേറ്റു. അതിനർത്ഥം ഈ മരണത്തിന്റെ ഇഫക്റ്റ് ജീവനാണ്. തൻ്റെ മരണത്തിന്റെ സൈഡ് ഇഫക്റ്റ് മരിച്ചവരുടെ ജീവനാണ്. മരിച്ചവരുടെ പുനരുത്ഥാനം എന്നല്ലാതെ എന്താകും? That's what happened. അപ്പോൾ നമുക്കൊരു വലിയ ബ്രെയിൻ സ്റ്റോമിങ്ങോ അല്ലെങ്കിൽ ബൈബിൾ ആഴമായി പഠിച്ച് വായിച്ച് ഒരു ഉത്തരം കണ്ടെത്തേണ്ട ഒരു പശ്ചാത്തല പഠനം ഒന്നും അവിടെ ആവശ്യമില്ല. ഇത്രേ ഉള്ളൂ, നിസ്സാരമായ കാര്യമാണത്. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം ഒരു ജനറൽ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ഈ സെഷനുകളിലെല്ലാം എബ്രായ ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പൊരുൾ തിരിക്കുന്നത് കൊണ്ടുള്ള ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. ചോദ്യം ഇതാണ്: ബൈബിളിലെ എല്ലാ വാക്കുകളും തെറ്റായിട്ടാണോ ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? ഒറ്റ ഉത്തരം: അല്ല. അല്ല അല്ല ചിലത് മാത്രമേ. തീർന്നല്ലോ, തീർന്നില്ല കാര്യം. ചിലത് തെറ്റായി പരിഭാഷപ്പെടുത്തിയാൽ അതുകൊണ്ടൊരു നേട്ടമുണ്ട്. There's a gain behind it. A gain behind it. അത്തരം വാക്കുകളാണ് നമ്മൾ ഈ കൂടുതലായിട്ട് എടുക്കുന്നത്. അത് വരുമ്പോൾ നമ്മൾ ഈ ഹെലനിക് ഫാലസി എന്നൊരു പുസ്തകം തന്നെ ഇപ്പോഴുണ്ട്, ഞാൻ വായിച്ചിട്ടില്ല. ആൻഡ് ഗോഡ് സെഡ് ഇറ്റ് എന്നൊരു പുസ്തകമുണ്ട്. അതാണ് എൻ്റെ മെയിൻ റെഫറൻസായി വെച്ചിട്ടുള്ളത്. എൻ്റെ ഇപ്പം ഈ റൂമിലിരിപ്പിൽ എൻ്റെ അതർ റൂമിലല്ലേ കാണിക്കാറുണ്ട് ആൾക്കാരെ. അതിനകത്ത് ഒറിജിനൽ ഹീബ്രു ബൈബിൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്:
ഉം. പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം ഡെലിബറേറ്റ് ആയിട്ട് തിരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തു. Okay. With an intention. അതിൻ്റെ വിത്ത് ആൻ ഇൻറ്റൻഷൻ, വിത്ത് ആൻ ഈവിൾ ഇൻറ്റൻഷൻ. വിത്ത് ആൻ ഇൻറ്റൻഷൻ Yeah. ആ ഇൻറ്റൻഷൻ എന്തോ ആകാമല്ലോ, Yes, evil evil വിത്ത് ആൻ intention. ഈവിൾ ഇൻറ്റൻഷൻ. അപ്പോൾ ഈവിൾ ഇൻറ്റൻഷനോട് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ള പ്രോബ്ലം. അപ്പോൾ എന്തായിരുന്നു ആ ഈവിൾ ഇൻറ്റൻഷൻ പിന്നിലെ മോട്ടിവേഷൻ എന്നുള്ള അറിയേണ്ടത്. ഉം. ഈ ഞാൻ ഈ സിസ്റ്റമാറ്റിക് ബൈബിൾസ് എന്നൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഉം. അവിടെയാണ് നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും പറയാൻ പറ്റത്തില്ല. But, ഇവരുടെയൊക്കെ തൊടുകുറിയായിട്ട് ഇങ്ങനെ തൊട്ട് പോകുന്നല്ലാതെ ഉം. ഒരു സബ്ജക്റ്റായിട്ട് നമുക്ക് പഠിപ്പിക്കാനുള്ള സമയമില്ല. അപ്പോൾ നമ്മളൊരു ബൈബിൾ ക്ലാസ് അല്ലല്ലോ, ആളുകളുടെ അതെ. ചോദ്യങ്ങൾക്ക് മറുപടി പറയല്ലേ. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ആന്റിയോക്യസ് ഫിലഡൽഫസ് എന്ന് പറയുന്ന ഉം. ഈ രാജാവാണ് ബൈബിള് ഗ്രീക്കിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഉം. ലോകത്തിൽ അതുവരെയുള്ള എല്ലാ പുസ്തകങ്ങളും ഗ്രീക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അലക്സാണ്ട്രിയയിലെ ലൈബ്രറിയിലുണ്ട്. ഉം. ബൈബിൾ മാത്രമില്ല, അതുകൊണ്ട് മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റത്തില്ല. മര്യാദയ്ക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഉം. യഹൂദന്മാരാന്ന് അവരുടെ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത കിതാബ് വേറെ ആരും വായിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഉം. പക്ഷേ രാജാവ് പറഞ്ഞ് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. അവർ വരുന്നു, അവർ വന്ന് ചെയ്യുന്നു. ഒരു ഗോത്രത്തിൽ നിന്ന് അവർ 12 പേരെ വെച്ച് 12 പേരെ വെച്ച് ആണ് പിന്നെ കൊണ്ടുപോകുന്നത്. 72 പേരെ കൊണ്ടുപോവാണ് For translation. അലക്സാണ്ട്രിയയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ഉം. അപ്പോൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോഴേ ഇതിനകത്ത് ഈ കിതാബിനകത്ത് ഇവർക്കേ അറിയത്തുള്ളൂ. ഉം. ഇവർക്കേ അറിയത്തുള്ളൂ ഈ കിതാബ്, വേറെ ആർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇവർ തീരുമാനിച്ചു, എടാ നമ്മളിപ്പോൾ ഇത് കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടെ ഉം. ഈ ജാതികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഉം. ഒന്ന്, ട്രാൻസ്ലേറ്റിന് ഒക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഉം. ഏതായാലും രാജാവിന്റെ. പണ്ട് അപ്പൂപ്പ പറഞ്ഞല്ലോ, അഴിച്ചാലും ചൂറ്റ അടിച്ചില്ലേലും ചൂറ്റെന്ന് പറയാൻ പോലെ. ഉം. എന്നാ നമുക്ക് വെച്ചം കാച്ചിയേക്കാം ഉം. എന്ന് തീരുമാനിച്ചു. എന്നിട്ട് അവരെന്തെന്നറിയാമോ, യഹൂദന് സൂപ്പർമെസി കിട്ടുന്നിടത്തെല്ലാം ഉം. അവർ ട്രാൻസ്ലേഷൻ മനഃപൂർവ്വം അതിനെ ജഗ്ലിൻ ചെയ്തു, അതിനെ അവർ കൈകടത്തി. ഉം. യഹൂദന് സൂപ്പർമെസി കിട്ടുന്നിടത്ത്. ഉം. 2, ഗ്രീക്കരുടെ അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തെന്നേ, ഉം. ട്രാൻസ്ലേറ്റ് ചെയ്തു. ഉം. കിടക്കെട്ടെന്ന് കണ്ടു, ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്തുള്ള കുഴപ്പം എന്നറിയാമോ, ഉം. പല കാര്യങ്ങളും മനസ്സിലാകത്തില്ല ആൾക്കാർക്ക്. മനസ്സിലാകത്തില്ല. ഇപ്പം മാമിൻ്റെ തലയുടെ പുറകിൽ ഒരു സ്വിച്ച് ബോർഡ് ഇരിപ്പുണ്ടല്ലോ, സ്വിച്ച് ഉണ്ടല്ലോ, അതെ. സ്വിച്ച് ഉണ്ടല്ലോ. ആ സ്വിച്ച് കേടാകുമ്പോൾ ഒന്ന് നന്നാക്കാൻ പറഞ്ഞാൽ ഇലക്ട്രീഷ്യൻ അല്ല വേറൊരാൾക്ക് മനസ്സിലാവും. ഉം. വൈദ്യുതി ആഗമന വിഗമന നിയന്ത്രണ യന്ത്രം ഉം. അതൊന്ന് കേടായോ എന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ ഉം. ആർക്ക് മനസ്സിലായി? അതെ. വൈദ്യുതി ആഗമന നിഗമന Yeah, incoming and outgoing. പറഞ്ഞു പിടിയിട്ടില്ലല്ലോ. ഉം. കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്തു. ആർക്കും പിടികിട്ടിയില്ല. ആർക്കായിട്ടും മനസ്സിലായില്ല. ഉം. അപ്പോൾ എന്തിനങ്ങനെ ചെയ്തു? ബൈബിളിൻ്റെ പ്രത്യേകത അതിൻ്റെ നൗൺസ് എല്ലാം മീനിങ് ഫുൾ വേർഡ്സ് ആണ്. Okay. എല്ലാം മീനിങ് ഫുൾ ആണ്, കൃത്യമായൊരു മീനിങ് ഉണ്ട് അതിൻ്റെ പിന്നിൽ. അത് വേറൊരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ മീനിങ് ഇല്ല, Okay, it's just a noun. മീനിങ് ഇല്ല. ഉം. ഇപ്പം നമുക്ക് ഉദാഹരണം എടുത്താൽ ഹവ
ഹവ്വാ. മദർ ഓഫ് ഓൾ ലിവിങ് എന്ന ജീവനുള്ള സകലത്തിൻ്റെയും മാതാവ്. ഈ അമ്മച്ചി ഈവ് എന്ന് പറഞ്ഞു. ഈവെന്ന് ഈവനിങ് എന്ന്, ക്രിസ്മസ് ഈവ്, ന്യൂ ഇയർ ഈവ്, സെലിബ്രേഷൻ ഈവ്, വെഡിങ് ഈവ് എന്നൊക്കെ പറയത്തില്ലേ. ഈവ് എന്നാക്കി. ഈ അമ്മച്ചിയുടെ പേരെന്ന് ആർക്കെങ്കിലും മനസ്സിലായി? ഇപ്പം ഈവ് ആർക്കറിയാം? ഇങ്ങനെ പറഞ്ഞു വന്ന് അടുത്ത് നമ്മൾ നോക്കുന്നുണ്ടേ, നമുക്കൊരു ഹാനോക്ക് അച്ഛനെ കാണാം. ഹാനോക്ക് ആദ്യത്തെ പ്രവാചകന. ഹനൂക്ക എന്ന ഫെസ്റ്റിവൽ, ഹനൂക്ക എന്ന വേർഡാണ് അതിൻ്റെ റൂട്ട് വേർഡ്. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ആണ്, ഡെഡിക്കേഷനാണ്. ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച കുഞ്ഞാണ് ഹാനോക്ക്. ഈ ഹാനോക്കിനെ നേരെ എടുത്തിട്ട് ഈനക്ക് എന്നാക്കി. ഈനക്ക്, ഹാനോക്ക് എന്ന് ഹീബ്രുവിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ മീനിങ്ഫുൾ വേർഡ്, വെരി വെരി മീനിങ്ഫുൾ വേർഡ്. ഈനക്കിന് വല്ല അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. ഹാനോക്കിനെ പിടിച്ച് ഈനക്കായപ്പം ആ പുള്ളിക്കും അർത്ഥമില്ലാതായി തീർന്നു. അതെങ്ങനെ ഉണ്ടായത്? ഡെലിബറേറ്റഡ് ഉണ്ടാക്കിയതാ. ഇങ്ങനെ മുഴുവൻ വേർഡ്സ് നമ്മളെടുത്തോ, നൗൺസ് എടുത്തോ, ഇത് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കുളമാക്കി തായി തന്നു. ഒരു വീട്ടിലൊരു മോൻ ജനിക്കുന്നു. യാഹ്വേ has shown us his grace. യഹോവയായ ദൈവം നമ്മളോട് കരുണ കാണിച്ചു എന്ന് പറഞ്ഞ അവന് യോഖനാൻ എന്ന് പേരിട്ടു. യാഹിന്റെ ഖൻ കരുണ, ഖനാൻ കരുണ കാണിച്ചിരുന്നു. യോഖനാൻ, കർത്താവ് നമ്മളോട് കരുണ കാണിച്ചു. അതാ യോഖനാൻ. ഈ കുഞ്ഞിനെ പിടിച്ച് ജോൺ ആക്കി. ജോൺ എന്നാ ഗുണം? വല്ലർത്ഥമുണ്ട് ജോണിന്? ജോണിന് ഒരർത്ഥമില്ല. ജോണിനൊരർത്ഥമില്ല. ഇങ്ങനെ മീനിങ് ആയ ഹീബ്രു വേർഡ്സിനെ മുഴുവൻ മീനിങ്ലെസ് ആക്കി മാറ്റി. എന്തിനാ? വായിക്കുന്നവന് മനസ്സിലാകണ്ട. ഇനി മഹോന്നതൻ ജാതികളെ വിഭാഗിക്കുകയും ഭൂമിയിലെ മനുഷ്യർക്ക് അവകാശം വിഭാഗിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിനൊത്തവണ്ണം ഭൂമിയിലെ ജാതികളെ നിശ്ചയിച്ചു എന്ന് പറയുമ്പം യഹൂദന്മാർക്ക് മണ്ണ് കൊടുക്കാൻ വേണ്ടി ദൈവം ഭൂമിയിലുള്ള സകല ജാതികൾക്കും മാറ്റി 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 വിട്ടിട്ട് പറഞ്ഞു, ഇത്രയും മണ്ണ് യഹൂദൻ്റെയാ, അവര് ജീവിച്ച് ബാക്കി മണ്ണുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെടുത്താൽ മതി. കാരണം ദൈവം ജാതികളെ വിഭാഗിച്ച് മനുഷ്യന്മാർക്ക് അവകാശം വിഭാഗിച്ചു കൊടുത്തപ്പോൾ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിനൊത്തവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. ഇത് വായിക്കുന്ന നോൺ ജ്യൂസ് അല്ലെങ്കിൽ ഗ്രീക്കുകാരൻ എന്തോ മനസ്സിലാക്കണം? എടാ, അവൻ ജീവിച്ചിട്ട് മണ്ണ് വല്ല ബാക്കി ഉണ്ടെങ്കിൽ നീ ജീവിച്ചാൽ മതി, ഇല്ല നീ ജീവിക്കേണ്ടത്. അല്ല, യഹൂദന് കെടുത്തതിന് വല്ല മണ്ണ് ബാക്കി ഉണ്ടെങ്കിൽ നീ ജീവിക്കണ്ട. നിനക്ക് ഇവിടെ ദൈവം ഒന്നും തന്നിട്ടില്ല. ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെയാ. യഹൂദൻ ദൈവത്തിൻ്റെ ജാതിയും, നീയൊന്നും ഇവിടെ ഒന്നും അല്ല. നീ എന്ത് എല്ലാവരും ചിന്തിക്കേണ്ടത്? യഹൂദൻ എന്ത് ചിന്തിക്കണ്ടേ? ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഉള്ളെങ്കിൽ മതി മണ്ണ് ബാക്കിയുള്ളൂ, മറ്റുള്ളവർക്ക് ഇവിടെ മണ്ണില്ല. അത് ഷിയർ ഡിസ്ക്രിമിനേഷനാണ്. ദൈവത്തിന്റെ മുമ്പിൽ മുഖപക്ഷമില്ലല്ലോ. ഈ വാക്യം എങ്ങനെ വന്നത്? ഇത് മനഃപൂർവ്വം ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയൊരു വാക്യമാണ്. അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിനൊത്തവണ്ണം ജാതികളുടെ അതിർത്തിയെ നിശ്ചയിച്ചുവെന്നല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. മറിച്ച്
ദൈവപുത്രന്മാരുടെ എണ്ണത്തിനൊത്തവണ്ണം. ഉം. ആരാ ദൈവപുത്രന്മാര്? ഭൂമിയുടെ നിയന്ത്രണത്തിന് വേണ്ടി ദൈവം 70 ദൂതന്മാരെ ഭൂമിയിൽ അയച്ചു. ആദാം ഉം. പാപം ചെയ്തപ്പോൾ ആ 70 പേരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഭൂമിക്ക് അതിർത്തികളെ നിശ്ചയിച്ചു. ഇവിടം ഓക്കെ. മുതൽ ഇവിടം വരെ ഇന്ന ദൂതൻ, ഇവിടം മുതൽ ഇവിടെ മറ്റേ ദൂതൻ, അടുത്ത ദൂതൻ, അടുത്ത ദൂതൻ, അങ്ങനെ 70 കോൺസ്റ്റിറ്റ്യൻസി ആയിട്ട് ഭൂമിയെ വിഭജിച്ചു. ഒരു ടെറിട്ടറി പോലെ. ടെറിട്ടറി. ഇപ്പം നമ്മൾ കേരളത്തിൽ 140 കോൺസ്റ്റിറ്റ്യൻസി ഓരോരുത്തർക്ക് അതെ. ഓരോ MLA ഉള്ളവരെ. പിന്നെ വോട്ടിംഗ് പർപ്പസ്. എല്ലാവരും MP സ്ഥാനങ്ങളുണ്ടല്ലോ, അതെ. ഓരോരുത്തർ ഉപയോഗിച്ചു കൊടുക്കും പോലെ. ഉം. ഇതുപോലെ ഭൂമിയെ ഭരിക്കുന്നതിന് വേണ്ടി വാഴ്ചയ്ക്ക് വേണ്ടി അയച്ച ദൂതന്മാർക്ക് വേണ്ടി ഭൂമി അവരെത്ര പേരെ അയച്ച അത്ര പേർക്ക് വേണ്ടി കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് ഭൂമിയെ തിരിച്ചു കൊടുത്തു ഉം. എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇവരെന്തോ ആക്കി മാറ്റിയത്? ഉം. യഹൂദന്റെ എണ്ണത്തിനൊത്തവണ്ണം ഉം. ജാതികളുടെ അതിർത്തിയെ നിശ്ചയിച്ചൊന്നാക്കി വെച്ചത്. ഉം. എന്തിനു വേണ്ടി? യഹൂദന്റെ സൂപ്പർമസിക്ക് വേണ്ടി. കാര്യം ഒരു യഹൂദന്മാരല്ലയോ ഉം. ഇരിക്കണമെന്നുണ്ട്. ഉം. ഇരിക്കണം. നമ്മൾ കഴിഞ്ഞിട്ട് ആർക്കും വസ്തു മതിയെന്ന്. മതിയായിട്ട്. നമ്മൾ കഴിഞ്ഞിട്ട് വല്ലതും വസ്തു ഉണ്ടെങ്കിൽ അമ്മമാർ കിടന്നിട്ടില്ലേ, അമ്മമാർക്ക് വേണ്ട, നമ്മൾക്ക് വസ്തു പറഞ്ഞിട്ട് ഇതൊക്കെ നമുക്കുള്ളതാണെന്ന് ഓക്കെ. ഇരിക്കട്ടെ. ഉം. എന്തോ ഒരു കുളരാഴിയാണിത്. ഉം. നമ്മളിപ്പോൾ നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഗൗരവമായൊരു ചോദ്യമാണ്, ഉം. ഇത് ഒറിജിനൽ ഹീബ്രുവിൽ എങ്ങനെയായിരുന്നു? ആ അർത്ഥം കണ്ടെത്തി ആ അർത്ഥം തിരിച്ചിവിടെ കൊണ്ടുവരണം. ഉം. അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡി ഭയങ്കര മിസ്ലീഡിങ് ആവും. ഉം. ബൈബിൾ അതെ. സ്റ്റഡി അതെ. ഭയങ്കരമായിട്ട് മിസ്ലീഡിങ് ആവും. ഉം. ഭയങ്കരമായിട്ട് മിസ്ലീഡിങ് ആവും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു തമാശ പോലന്മാർക്ക് പറഞ്ഞ് വലിയ പ്രസംഗിച്ചിട്ടുണ്ടേ ക്ലാസ് എടുത്തപ്പോഴേ. ഉം. എല്ലാവരും പെട്ടെന്ന് മലയാളം പഠിച്ചോണം, അല്ലെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടാവും, സ്വർഗത്തിലെ ഭാഷ മലയാളമാണ് എന്ന് പറഞ്ഞു. അവിടെ ഹിന്ദി ഒന്നും നടക്കത്തില്ല. ഹിന്ദി ഒരു ലെവലുള്ള ഒരു സംസ്കാരമുള്ള ഭാഷയല്ല, മലയാളം പഠിച്ചു നോക്കത്തുള്ളത്. ഉം. പക്ഷെ പറഞ്ഞാണേ. ഉം. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഒരാൾ വിളിച്ച് ചോദിച്ചു, ഈ എല്ലാവരും മലയാളം പറയുന്ന സാറ് പറയുന്നല്ലോ, വേറെ ആൾ പറഞ്ഞു എല്ലാവരും ഹീബ്രു പറയുന്നത്, ഇതിലേതാ വിശുദ്ധം ചോദിച്ചു. ഉം. ഞാൻ പറഞ്ഞു സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം അനുസരിച്ചാണെങ്കിൽ എല്ലാവരും ഉം. ലിഷോൻ ഹക്കദോഷ്, നമ്മുടെ ഹോളി ലാംഗ്വേജ് സംസാരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. കാരണം 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ദൈവം ഭൂമിയെ ഒരു ലാംഗ്വേജിലേക്ക് ഭവിപ്പിക്കുക, വിശുദ്ധ ഭാഷ കൊണ്ട് ഏകോപിപ്പിക്കാൻ. അപ്പം ഇതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഈ ലാംഗ്വേജിൻ്റെ ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, കറക്റ്റ് ഹീബ്രു വേർഡ് തരുന്നതായ അർത്ഥത്തിലുള്ള ഒരു ഡിഫറൻസ്. ഉം. ഹീബ്രു വേർഡ് നമ്മൾ ഒത്തിരി മാറ്റുന്നുള്ള ഒരു കാര്യം ഉം. മേക്സ് അവർ സ്റ്റഡി ഓഫ് ദ ബൈബിൾ സോ മീനിങ്ഫുൾ. ഉം. ആ മീനിങ്ഫുൾനെസ് കിട്ടത്തില്ല ഉം. മറ്റൊരു ലാംഗ്വേജ് വായിക്കുമ്പോൾ. മീനിങ്ഫുൾനെസ് കിട്ടത്തില്ല മറ്റൊരു ഭാഷ വായിക്കുമ്പോൾ. അപ്പം അത് അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പിന്നെ എന്തിനാണ് തിരുത്തിയത്? ഉം. ഒരു പ്രോപ്പർ നൗണ് ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാം വേറെ ലാംഗ്വേജിലേക്ക്? ഇല്ലല്ലോ. ഇല്ല. പ്രോപ്പർ നൗണ് വേറെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യത്തില്ല. അതെ. അതെ. അങ്ങനെ തന്നെ പോണം. ഉം. അങ്ങനെ തന്നെ വേണം. അപ്പം ഈ എല്ലാ ഗ്രീക്ക് വേർഡും തെറ്റാണോ? അല്ല. സെൻസിറ്റീവായ വേർഡ്സ് മാത്രം തെറ്റിച്ചെഴുതി. ഉം. The large number of common words are such no problem. ഉം. അങ്ങനത്തെ കാര്യം. So അതിന്റെ പുറകില് സാത്താന്റെ ഒരു evil അതിന്റെ intention ആണ്. പിന്നിൽ സാത്താൻ എന്ന് പറയുന്നത് കൊണ്ട് തെറ്റില്ല. മനുഷ്യൻ കാണിച്ച ഉള്ളൊരാഴിയ. അതെ.
യെസ്. Okay, the ഓക്കെ. translate. Okay. Thank you, sir. അടുത്ത ചോദ്യം, 1 പത്രോസ് 2-13 സകല മനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. Submit yourselves for the Lord's sake to every authority instituted among men. അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ്, ഭൂമിയിലെ അധികാരങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഒരു വിശ്വാസി ചെയ്യണമോ? നല്ല ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ആ ഗവൺമെൻറ് ഏത് ഗവൺമെൻറ്റാന്നുള്ളതാണ്. അത് ഗവൺമെൻറ് ഏത് ഗവൺമെൻറ്റാന്നുള്ളത്. ഈ ഏറ്റവും നല്ല ടൈപ്പ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണെന്നാണ്. പക്ഷേ വിൻസ്റ്റൺ പറഞ്ഞ ഡെമോക്രസി ഈസ് ദ വേസ്റ്റ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് ഗവൺമെൻറ്റ്സ് എന്നാണ്. വേസ്റ്റ് ടൈപ്പ് ഓഫ് ഗവൺമെൻറ് എന്നാണ്. കാരണം അവിടെ ഭൂരിപക്ഷത്തിന് എന്ത് വൃത്തിയിടുവാകാമല്ലോ. നീതി, ന്യായം, ദയ, കരുണ എന്നുള്ള ഒന്നും അവിടെ ബാധകമല്ല. ആർക്ക്? മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിക്ക്. മൈക്രോസ്കോപ്പിക് ഒരു നീതി ഇടത്തില്ല. നീതി ആരുടെ കയ്യിലാവും? വോട്ടർമാരുടെ അവരുടെ കയ്യിലാവും. അപ്പം അവര് അനീതിപൂർണമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ, അതിനോട് പല രീതിയിൽ ക്രിസ്ത്യൻസിന് റിയാക്ട് ചെയ്യാം. ഒന്ന്, അവർക്ക് നിശബ്ദമായിട്ട് അനുസരിക്കാതിരിക്കാം. നിശബ്ദമായിട്ട് അനുസരിക്കാതിരിക്കാം. 2, അവർക്ക് അത് പെയിൻഫുള്ളായിട്ട് അനുസരിക്കാം. ഇപ്പം നമ്മൾ അറബി രാജ്യങ്ങളിൽ പോകുന്നു. അവന് വെള്ളിയാഴ്ചയാണ് ഹോളിഡേയ്സ് വെച്ചിരിക്കുന്നത്. നമുക്കിഷ്ടമുണ്ടായിരുന്നു. അല്ല, നമ്മൾ വെള്ളിയാഴ്ച ആരാധന നടത്തുന്നു അല്ലേ? ക്രിസ്ത്യാനികളുടെ ഒരു രീതിയിലുള്ള ആരാധന രീതികളും അവരിഷ്ടപ്പെടുന്നില്ലല്ലോ. എന്നാണ് അവർ മിണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്തു? പെയിൻഫുള്ളായിട്ട് അത് സഫർ ചെയ്യുന്നു. ഇതാണ് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഈ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നതാണെന്നുള്ളതാണ്. വിശ്വാസത്തെ ബാധിക്കുന്നതാണ്. വിശ്വാസത്തെ ബാധിക്കുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? നമ്മളിത് ബ്രേക്ക് ചെയ്യുക, റിസീവ്, മാറ്റിയിടണം. മാറ്റിയിട്ടണം. 4, വിശ്വാസത്തെ ബാധിക്കുന്നതാണ്, പക്ഷെ നമുക്ക് ഒഴിവാക്കാം. ബഹുഭാര്യത്വം നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന നമുക്ക് ചെയ്യാതിരിക്കാമല്ലോ. എനിക്കിപ്പോൾ ഒരു മെമ്പർ എന്ന് വെച്ചാൽ മതിയെന്നേ. എനിക്ക് കണ്ട പെണ്ണുങ്ങളെല്ലാം കെട്ടണ്ട. ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ്, ദ വൺ വൈഫ്. തീർന്നില്ലയോ? ഞാൻ ജീവിക്കുന്ന രാജ്യം ബഹുഭാര്യത്വം അനുവദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പുറകെ പോകണമെന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഡിസേൺമെൻ്റ് ആണ് വലിയ പ്രധാന കാര്യം. പക്ഷെ ക്രിസ്ത്യാനിക്ക് ചെയ്യാൻ അനുവാദമില്ലാത്തത് ഓർഗനൈസ്ഡ് റിബല്യൻ എന്ന് പറയും. ഓർഗനൈസ്ഡ് റിബല്യൻ. നമ്മളെല്ലാവരും ഒരു ഇൻകലാബ് എന്താ വിളിച്ചുകൊണ്ട് പോയി കൊട്ടാരം ആക്രമിച്ച് കീഴടക്കി ഭരിക്കുന്നവനെ തല്ലിക്കൊന്ന് ഇറക്കി വിട്ടിട്ട് നമുക്ക് നമ്മുടേതായ രാജ്യം സ്ഥാപിക്കുവാൻ അനുവാദമില്ല. That's all. എനിക്ക് പറയാനുള്ളത്. Okay, thank you very much, sir. That was a very practical answer. Thank you. അടുത്ത ചോദ്യം, വെളിപ്പാട് പുസ്തകത്തിൽ ക്ഷുദ്രക്കാർ ദൈവരാജ്യം അവകാശമാക്കാതെ നിത്യനരകത്തിൽ വീഴുമെന്ന് കാണുന്നു. ഇവിടെ ആധുനിക ലോകത്തിൽ ഉപയോഗിക്കുന്ന വാക്സിൻ, മരുന്ന് ഇവയാണോ ഈ ക്ഷുദ്രക്കാർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കഷ്ടം. ഞാൻ ഈ നമ്മുടെ ഈ COVID-19 വരുമ്പോഴേ അന്ന് ഞാൻ ഡയാലിസിസ് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ. അപ്പം എൻ്റെ നേഴ്സുമാരിൽ ഒരു സ്റ്റെല്ല ഉണ്ടായിരുന്നു. സ്റ്റെല്ല ഈസ് ആൻ ആഫ്രിക്കൻ നേഴ്സ്. ആള് പിടിക്കാൻ നല്ല വാചകമൊക്കെയാണ്. മൂത്ത ബന്ധുക്കോസുകാരിത്.
ഓക്കെ സ്റ്റെല്ല ഇന്ന് വരെ വാക്സിൻ എടുത്തിട്ടില്ല. ഓക്കെ ആ സ്റ്റെല്ല എങ്ങനെ ഒഴിവാക്കാൻ നമുക്കറിയത്തില്ല. അത് തക്ക സമയം സ്റ്റെല്ല അവിടെ നിന്ന് ഒഴിഞ്ഞു മാറും. സ്റ്റെല്ലയുടെ വാക്സിനേഷൻ നടക്കത്തില്ല. വൺസ് ഐ ഹാഡ് എ സീരിയസ് ടോക്ക് വിത്ത് സ്റ്റെല്ല. സ്റ്റെല്ല ഇതെന്താ ഈ കാര്യം പറഞ്ഞു. അപ്പം സ്റ്റെല്ല എന്നോട് ഒരുപാട് കഥകൾ പറഞ്ഞു. അതിൻ്റെ എല്ലാം പിന്നിൽ പൈശാചി ശക്തിയാന്ന് പറഞ്ഞു. ഇതിനെല്ലാം പിന്നിൽ കഴിയും. നീ ഈ വാക്സിനേഷൻ എടുക്കുമ്പോൾ ഈ മരുന്ന് എൻ്റെ ബ്ലഡിനെ ബാധിക്കുന്നേ. അപ്പൊ ബ്ലഡിനെ ബാധിക്കുന്ന എന്തും പൈശാചിക ഇഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഇവരെടുക്കത്തില്ലായിരുന്നു. അവർ മാത്രമല്ല, ഒരുപാട് ഫിഷർമാൻ എടുക്കത്തില്ലായിരുന്നു. ഒരുപാട് ചാരിറ്റബിൾ ഓർഗനൈസേഷൻകാർ എടുക്കത്തില്ലായിരുന്നു. എന്നാൽ ഇവിടെ കുറച്ച് ചർച്ചസ് ഉണ്ടായിരുന്നു. ചർച്ചസ് വാക്സിനേഷൻ മാക്സിമം ഹെൽപ്പ് കൊടുക്കുന്നവരുമാണ്. അപ്പം കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. അപ്പം ഇംഗ്ലണ്ടിലെ ഞങ്ങളുടെ ഈ താമസിക്കുന്ന സ്ട്രീറ്റിലൊക്കെ ഭയങ്കര പരസ്യമാണ് വാക്സിനെതിരായിട്ട്. അത് അന്ത്യക്രിസ്തുവിന്റെ മുദ്രയാണ്, നിന്റെ ബ്ലഡിനകത്ത് 666 കുത്തിവെക്കുകയാണ്, കർത്താവ് കാകളം ധരിക്കുമ്പോൾ നീ കേൾക്കത്തില്ല, കാരണം 666 നിന്റെ നെറ്റിയിൽ ഇങ്ങനെ വെളിപ്പെട്ട് വരും, കയ്യിൽ ഇങ്ങനെ വെളിപ്പെട്ട് അവിടെ തൊട്ട് പോരുത്. അപ്പം അന്ന് ഞാൻ ബൈബിൾ ക്ലാസ് എടുക്കുന്ന സമയമാണ്. ഒരുപാട് പേര്, പീപ്പിൾ ഇൻ ലാർജ് നമ്പർ ക്രൗഡ് യൂസ് ടു അപ്രോച്ച് മീ വിത്ത് ദ സെയിം ക്വസ്റ്റ്യൻ, ഫാസ്റ്റ് ഇത് അന്ത്യക്രിസ്തുവിന്റെ അല്ലയോ? നമ്മൾ പറഞ്ഞു പോകുന്നില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ മനുഷ്യന്മാർ നിങ്ങൾ മര്യാദയ്ക്ക് വാക്സിൻ എടുക്കുക. വാക്സിൻ എടുത്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മരിച്ചവരുടെ സംഖ്യ 1-2 അല്ല. എനിക്ക് തന്നെ പറയാനുള്ളൂ, ഒരു വാക്സിനേഷനും ഒരു നമ്മളങ്ങനെ എന്നെ കാണുക, നമ്മുടെ വീക്ഷണത്തിലെ തെറ്റാണ്. That's what I got to say. Thank you. ചില ചോദ്യങ്ങളോട് ചോദിച്ചോട്ടെ. ഒരെണ്ണം കൂടി ചോദിക്കും മിനിമം. ഓക്കെ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 7-ാം വാക്യത്തിൽ കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് പറയുവാൻ ഇടവരികയില്ല എന്ന് കാണുന്നു. എന്താണ് ഈ വാക്യങ്ങളുടെ അർത്ഥം? അർത്ഥം ഇത്രയേ ഉള്ളൂ. പുറപ്രവാസ നിയമം കൊടുക്കുമ്പോൾ പറയുന്നു, മര്യാദയ്ക്ക് ജീവിച്ചോണം. തെറ്റിച്ചാൽ നിന്റെ തലമുറയുടെ തലമുറ ഇതിന്റെ ശാപം അനുഭവിക്കും. ഒന്ന്, തെറ്റിക്കരുത് എന്നുള്ളതുകൊണ്ടാണ്, ബാധ്യസ്ഥതയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പം ഈ പിഴച്ച തന്തമാരെ തെറ്റിച്ചു. പാവം ചില പിള്ളേർ ദൈവത്തോട് നെഞ്ചത്തടി പറഞ്ഞു, ദൈവമേ ഞങ്ങളെ ഓർക്കണേ, ഞങ്ങളിതൊന്നും അപ്പൻ്റെ കൂടെ കൊള്ളതാക്കി പോയിട്ടുള്ളതല്ല. എന്ത് ചെയ്തു? അപ്പന്മാര് പച്ചമുന്തിരി നിന്നപ്പം അതിൻ്റെ കൂടെ പോയിരുന്ന് കഴിക്കാതെ മാറിയിട്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെ ദൈവം അനുഗ്രഹിച്ചു. പറഞ്ഞു, അപ്പൻ്റെ ആ കേഴ്സ് അപ്പൻ്റെ തലമുറയോടുകൂടി ഐ എം ഗോയിങ് ടു കട്ട് ഇറ്റ് ഓഫ് ബിക്കോസ് യു ഒബേ മീ. അപ്പം പിതാക്കന്മാരുടെ ശാപം 2-3 തലമുറയോട് വരും. ആ 2-3 തലമുറ അനുതപിച്ചില്ലെങ്കിൽ പിതാക്കന്മാരുടെ ശാപം ഒരു തലമുറയ്ക്കും വരത്തില്ല. അവർ അനുദപിക്കുകയാണ്. കാര്യം അപ്പം പച്ചമുങ്ങി മോന്റെ പല്ലെന്തിനെ വിളിക്കുന്നത്? അപ്പോൾ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ റിപ്പൻറ്റൻസാ. ഹൗ റിപ്പൻറ്റീവ് ആർ യു? ദൈവത്തിൽ മാനസാന്തരപ്പെടുന്ന ഒരുത്തിനെ സംബന്ധിച്ചോളം ഒരു ശാപവും എൻ്റെ പുറകെ വരാൻ സമ്മതിക്കത്തില്ല. ഫിനിഷ്. ദാറ്റ്സ് കട്ടിംഗ് എഡ്ജ്. താങ്ക് യു വൺസ് അഗെയിൻ ഫോർ ദ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ സർ. ഈ സെഷൻ പ്രേക്ഷകർക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ
വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ കമന്റ് ബോക്സിലോ അറിയിക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു വൺസ് അഗെയിൻ.